ആ സരസ്വതിയാ, നിങ്ങൾ എന്ത് വർത്താനം സരസ്വതി എന്നെ ഇന്നലെ വിളിച്ച ചീത്തറിഞ്ഞേ? പൈസ തരാനുള്ള അങ്ങോട്ട് തരൂലേ? ആ സംഗതി ശരിയാണ്, 2000 റുപ്യ ഞാൻ വാങ്ങിയാണ്. അതിപ്പോ നിങ്ങൾക്ക് അറിയാലോ എൻ്റെ അവസ്ഥ എന്താന്നുള്ളത്. അച്ഛമ്മ മരിച്ചോണ്ടല്ലേ, അതിന് 15 കാര്യങ്ങളൊക്കെ അതിന് നടക്കില്ലായിരുന്നു. ഞാൻ നിങ്ങളെ ചട്ടിയും കൈക്കോട്ടൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അതാ ഭാസ്കരേട്ടൻ പറഞ്ഞു എന്നോട് പിന്നെ തെങ്ങിൻ്റെ തടം തുറന്ന് കുറച്ച് ചാണകം ഇട്ട് കൊടുക്കാൻ. അപ്പം അതിന് വേണ്ടി എടുത്തല്ലേ, ചോദിക്കാൻ പറ്റിയില്ല. നിങ്ങളെ വർത്താനം കേട്ടോ തോന്നുമല്ലോ അത് നിങ്ങളെ ശ്രീധരൻ കിട്ടിയ മുതലാന്ന്. തൊഴിലുറപ്പിൻ്റെ ചട്ടിയല്ലേ തരച്ചു, അതിന് നിങ്ങളിങ്ങനെ ചൂടായണം എന്തിനോട്? അതിന് വാടക എന്താ വെച്ചാൽ വാങ്ങിത്തരൂ. നിങ്ങളെ വിളിക്കുമ്പോഴാണെങ്കിൽ നിങ്ങളാണെങ്കിൽ എന്തൊക്കെയോ പാട്ടൊക്കെ പാടിയിട്ട് മനുഷ്യനെ ഇടങ്ങാറാക്കാൻ കരച്ചിൽ വരികയാണ് ആ പാട്ട് കേട്ടിട്ട്. അതാദ്യം ഒഴിവാക്കാൻ നോക്കി. ആ ശരി നല്ല അച്ഛമ്മ മരിച്ചോണ്ടാണ് എനിക്കറിയാം വിഷമങ്ങൾ. ഞാൻ എത്തിക്കും. 2000 റുപ്യ അല്ലേ, നമുക്ക് ശരിയാക്കാം നോക്കുന്നത്. അച്ഛമ്മ അങ്ങനെ എത്ര വട്ടം മരിച്ചിരിക്കുന്നു. വാങ്ങിയ പൈസ തിരിച്ചു കൊടുക്കാം നമ്മള്. കടം വാങ്ങിയ പൈസ നമ്മൾ തിരിച്ചു കൊടുക്കാൻ പാടില്ലല്ലോ. അല്ല മലയാളി അതെ അല്ലാതായി പോകും നമ്മള്. അങ്ങനെ പല കഥകളുണ്ട്. പണിക്ക് പോകരുത്. പണിക്ക് പോണത് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു മലയാളിക്ക് ചേർന്നൊരു പരിപാടി അല്ലത്. അതുകൊണ്ട് ഞാനിങ്ങനെയൊക്കെ അല്ല ഏട്ടാ ഇവിടെ ബസ് നിർത്തൂല? എങ്ങട്ടാ ഈ ബാണം വിട്ടുമാതിരി എങ്ങോട്ടാണ്? അല്ല ഇവിടെ ബസ് നിർത്തൂല ഏട്ടാ? ബസ് നിർത്തൂല. അത് കാരണം എന്താ? നിർത്താൻ ഞാൻ സമ്മതിക്കൂല. അതെ, അതിന്റെ കാരണം എന്താന്നാ ചോദിക്കുന്നത്? ഞാൻ ഇവിടുത്തെ റൗഡിയാണ്. എന്നിട്ട് റൗഡി പറഞ്ഞപ്പോ എനിക്കൊരു പുച്ഛം. അല്ല കണ്ടാ തോന്നും കേട്ടോ. കയ്യും കാലം മണ്ണം ചാച്ചിട്ട് റൗഡി ആക്കാൻ പറ്റൂടോ? ഇവിടെ ബസ് നിർത്താത്തതിന് കാരണങ്ങളുണ്ട്. അതാ ഞാൻ ചോദിക്കും. കഴിഞ്ഞ തുലാമാസത്തിലെ സംഭവമാണ്. എന്റെ സുഹൃത്ത് മൊയ്തീന്റെ മോളെ കല്യാണം. അപ്പൊ ഞാൻ എന്റെ കമ്പനിക്കാരെ കൂടി ഇങ്ങനെ നിൽക്കുക, ഡ്രസ്സൊക്കെ മാറ്റി കല്യാണത്തിന് ഒരു ബിരിയാണിയൊക്കെ അടിക്കാലോ. അപ്പൊ ആ റേഞ്ചിൽ നിൽക്കുകയാണ്. ഒരു ബസ്സിന്റെ മേലേക്ക് ചളിയർപ്പിച്ച് നമ്മള് വിടുവോ? വിടാൻ പാടില്ല. അപ്പൊ തന്നെ ഒരു ഓട്ടോറിക്ഷ വിളിച്ച് ബസ്സിന് പിന്നാലെ പോയിട്ട് ഡ്രൈവറി കിളീനി അടിച്ചിട്ട് കണ്ണു മുറിപ്പിട്ടിച്ചേന്ന്. അതെയോ? അന്നത്തെ ഒരു നാട്ടിൽ സ്റ്റോപ്പിന്റെ പേര് മാറ്റി. എന്താ ബസ് സ്റ്റോപ്പിന്റെ പേര് മാറ്റിയില്ലേ, മെഡിക്കൽ സ്റ്റോപ്പ് നോക്കി. ലിമിറ്റഡ് സ്റ്റോപ്പാണത്. അതൊക്കെ പഴയ കാലത്ത്. ഇപ്പൊ ഇതൊക്കെ മാറ്റില്ലേ? മാറ്റി. അല്ല നിങ്ങളെ കണ്ടാണ്? ഞാൻ എറണാകുളത്തേക്കാ. കുളത്തിലെന്താ മീൻ പിടുത്താ പണി? പൊന്നിട്ട എറണാകുളം എന്ന് പറഞ്ഞ സ്ഥലമാണ്. സ്ഥലത്ത് തന്നെയാണ് അവിടെ കുളം, അല്ലാതെ ആകാശത്ത് കുളം ഉണ്ടോ? പൊന്നിട്ട മലപ്പുറം ജില്ല, കോഴിക്കോട് ജില്ല, അങ്ങനെ എറണാകുളം ജില്ല കേട്ടിട്ടുണ്ടോ? ഓ എറണാകുളം ജില്ലക്കാരനാ? അതെ അതെ. എറണാകുളം ജില്ലയിലുള്ള എന്താ ഞങ്ങളെ നാട്ടിലിവിടെ? ഞാൻ എന്റെ വൈഫ് ഹൗസിക്ക് വന്നാ. ഇവിടെ എവിടെ ചങ്ങായി ബൈപ്പാസ്? പൊന്നിട്ട ബൈപ്പാസ് അല്ല, വൈഫ് ഹൗസ്. ആ പൈപ്പിന്റെ ഹൗസിന്റെ പണിക്കാരനാണ്. പൊന്നിട്ട ഞാൻ എന്റെ ഭാര്യ വീട്ടിക്ക് വന്നാ. ഭാര്യ വീടാണ് ബൈപ്പാസ്? ഇത് പിന്നെ പെണ്ണുങ്ങളോട് എന്താ പറഞ്ഞ പോരെ കൊരങ്ങ? എന്താ എന്റെ പേര്? എന്റെ പേര് ശശി. എന്താണ് ശശിന്ന് എന്റെ പേരോ? അതെ. ഇങ്ങനെ വെളുത്ത മനുഷ്യന് കട്ടി മീശ മുടിയൊക്കെ മൈലാഞ്ചിട്ട് ആക്ക് ഇടാൻ പറ്റിയ പേരാ അത്, ശശിന്ന്. ആരാ പേരിട്ട്? എന്റെ അച്ഛനമ്മേലാണ്. പിന്നെ നിങ്ങളാ പേരിടല്? ഒരിപ്പോ ജീവിച്ചിരിപ്പുണ്ടോ? എന്റെ മുന്നിക്ക് വരണ മടലോണ്ട് കൊല്ലും ഞാൻ. അനക്ക് പിടന്റെ പേര് വേറെ എന്തൊരു സംഭവമാണ്, ബെങ്കിട് നായിഡു. മീശൊക്കെ കറപ്പിച്ചിട്ട്. ഇവിടെ ആരും മോളെ കല്യാണം കഴിച്ച്? ഞാൻ കുമാരേട്ടന്റെ മോളെ. ഏത് കുമാരന്റെ? ചേട്ടാ വളവിലുള്ള വീടില്ലേ? ഇവിടെ വളവിൽ അങ്ങനെ എത്ര കുമാരൻ്റെ? ഏത് കുമാരൻ വെച്ചിട്ട്? തേങ്ങ വലിക്കാൻ പോകുന്ന കുമാരേട്ടെ. തേങ്ങ ഇടുന്ന ഞൊണ്ടിക്കാരൻ കുമാരന്റെ? ഏത് മോളെ? രണ്ടാമത്തെ. സുമ. ചെറുപ്പത്തില് സുമയായിരുന്നു, വലുതായപ്പോ ടാറ്റാ സുമയായി പോയി. എന്തായാലും ആ കുട്ടീന്റെ രസം കാണാനൊക്കെ നല്ല രസമുള്ള കുട്ടിയാണ്. പല്ലൊക്കെ ഭയങ്കര രസമുള്ള, നല്ല മുല്ലപ്പൂവിന്റെ കളറാ. എന്റെ നാട്ടിലെ പുളിങ്കുരുവിന് മുല്ലപ്പൂ എന്ന് അറിയില്ലേ? പല്ലൊക്കെ അലിഞ്ചോടാ കുട്ടി. പിന്നെ മുടീന്റെ കാര്യം പറയണ്ടേ? മുടി നല്ല നീളമുള്ള മുടിയാ. ചോർക്കുണ്ട്. അതെ. അമ്മ അങ്ങനെ കരുതലോട് കൂടി നടക്കുക. സുമ എന്റെ മുടി നോക്കുക, എന്റെ മുടി നോക്കുക പറഞ്ഞിട്ട്. വെപ്പും മുടി അല്ലല്ലോ, ബിഗ് അല്ലത്, താഴത്തേക്ക് വീണു. പിന്നെ പഠിത്തത്തിന്റെ കാര്യത്തില് നല്ല ബുദ്ധിയാണ്. 10ാം ക്ലാസ് പാസ്സാണ് നമ്മൾ തെളിയിച്ച്. അമ്മാരി ഒരു മന്ദബുദ്ധി പഞ്ചായത്തിലില്ല. പൊന്നിട്ട് അസൂയക്കാര് വെറുതെ പറയുന്ന. അസൂയക്കാരിങ്ങനെ പലതും പറയുന്നില്ല. ആ കുട്ടി പഞ്ചായത്തിൽ തെറ്റ് ചെയ്ത ആളാണ്. എന്ത് തെറ്റേത്? അതൊക്കെ ഉണ്ടാവും. ഇപ്പൊ ഇനി പറഞ്ഞിട്ട് എന്റെ കുടുംബം എന്താ കാര്യം പറയും? അതൊക്കെ ഉണ്ട്. ഇപ്പൊ അത് ഞങ്ങളെ പറയാണ്ട് ഞാൻ വിടില്ല ഇവിടുന്ന്. അങ്ങനെ ഒരു തെറ്റേതുണ്ടെങ്കിൽ എന്തായാലും എനിക്ക് അറിയണം. ഒരാളെ പ്രേമിച്ചിന്ന് വിളിവുണ്ട്. ആരെ? അതിപ്പോ ഇനി പറഞ്ഞിട്ട് അതെ കുടുംബം കൊഞ്ഞിട്ടാണ്. അല്ല എനിക്കത് അറിയണം, എന്തായാലും അറിയണം. ആരെ പ്രേമിച്ചെന്ന് പറയും. വേറെ ആരുമല്ല. നിങ്ങളെ പ്രേമം തുടങ്ങിയ എന്താ പറയാ? എനിക്ക് ഒരു 7ാം ക്ലാസ് പഠിക്കുമ്പോ, അത്രയും ചെറുപ്പത്തിലാണ്. അന്ന് എനിക്ക് സ്കൂളിന്റെ മുന്നിൽ ഉപ്പിലിട്ട് വെക്കണ കച്ചവടം ഉണ്ട്. അന്നും ഉണ്ട് അത്. ഞാനാണല്ലോ തുടങ്ങി വെച്ചത്. നിങ്ങൾ അതിന്റെ അംബാസഡർ അല്ലേ? കളിക്കാൻ വിടും ഇപ്പോൾ കൊണ്ട് ഓടി കയറിയിട്ട് വന്നിട്ട് കുഞ്ഞിപ്പാലേട്ടാന്നൊരു വിളിയാ. എന്നിട്ട് ഉപ്പിലിട്ട് കൊടുക്ക്, ക്യാരറ്റ്, മാങ്ങ, തേങ്ങ, ചക്ക, ഈ വക സാധനങ്ങളൊക്കെ കൊടുത്ത് ഞങ്ങളെ പ്രേമം കൊണ്ട് വലുതായി. 10ാം ക്ലാസ്സിൽ ചോദിച്ചു, സുമേ
ഇങ്ങനെ നടന്നാൽ മതി, നമ്മൾ പ്രേമം ഒന്ന് ഉറപ്പിക്കേണ്ടേ. പിന്നെ ഇവളിനോട് എടുത്തയക്കാറ് ഞങ്ങൾ കുറച്ച് ഉരുളങ്കം ഉപ്പിലിട്ടി. ഉരുളങ്കം കാരം ഉപ്പിലിടോളൂ, അത് ശരിയല്ലോ, അത് നടക്കൂലല്ലോ. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ ഒഴിവാക്കുകയെന്ന്. ഞാൻ അപ്പൊ തന്നെ സുരേഷ് ഗോപിന്റെ മേലെ കയറ്റിട്ട് 2 ഡയലോഗാ. പൊയ്ക്കടി പെണ്ണെ, ഈ വഞ്ചിക്കാൻ എന്റെ വഞ്ചനയിൽ ഞാൻ പെടൂല. ശരി. ഇപ്പൊ ഞാൻ അമ്മേന്റെ അനിയത്തിന്റെ കല്യാണം കഴിച്ച് സുഖമായിട്ട് ജീവിക്കുകയാണ്. നല്ല മുപ്പത്തി തൊഴിലുറപ്പിന്റെ പണിക്ക് പോണോണ്ട് 2 നേരം കഞ്ഞിയും കിട്ടും. പിന്നെ ഒരു ഒറ്റ ഷർട്ട് ഇല്ലടോ വീട്ടില്, ഒക്കെ ഇവര് ഇട്ടുകൊണ്ട് പോകുന്നത്. യൂണിഫോം നമ്മൾ ഇങ്ങനത്തെ വലിയ. അല്ല ശരിക്കും ചേട്ടൻ എന്താ പണി? ഞാൻ കോഴിക്കോട് കളക്ടർ ഓഫീസിലാണ്. നിങ്ങളോ? ചങ്ങായി അത് കണ്ടാൽ അറിഞ്ഞൂടെ എന്താ പണിയെന്ന്. എന്താ പണി? തേപ്പും പടവും. തേപ്പും പടവിന്റെ ആളാ? എന്ത് തേപ്പും പടവും എന്ന് പറഞ്ഞപ്പോ അനക്കെന്താ ഒരു പുച്ഛോ? അല്ലേ വൈകുന്നേരം 800 രൂപ കൂലി വാങ്ങുന്നുണ്ട് പണിക്കാര്. അല്ല ശരിയാണ്, എന്നാലും തേപ്പും പടവും എന്നൊക്കെ പറയുമ്പോ അത് അന്നെ പോലത്തെ ആൾക്കാർക്ക് പറ്റില്ല. അനക്കെന്താ പണി? ഞാൻ കൊറിയോഗ്രാഫറാ. ചെങ്കൽക്കോറിയിലോ കരിങ്കൽക്കോറിയിലോ? കുഞ്ഞേട്ട കൊറിയോഗ്രാഫർ എന്ന് പറഞ്ഞാൽ ഡാൻസ് കമ്പോസ് ചെയ്യുന്ന ആളാ. ഡാൻസ് കമ്പോസ് ചെയ്യുന്ന ആളാണ്. ഡാൻസിന്റെ കമ്പോസ്റ്റും കൂലിയൊക്കെ ഉണ്ടോ നിങ്ങളോട്? കുഞ്ഞേട്ട ഡാൻസ് സെറ്റ് ചെയ്യുന്ന ആളാണ് ഞാൻ. അതാണ് സിനിമയിലൊക്കെ സെറ്റ് ചെയ്യുന്ന ആളാണ്. സിനിമയിലാവും ഡാൻസിന്റെ ആളാ. എന്റെ പരിപാടി ടിവിയിലുണ്ട്. വഡോഫോൺ തകതിമി. അത് കാണുന്നത് ഈ സുമേനെ എറണാകുളത്തേക്ക് കൊണ്ടായതിന്റെ ശേഷം നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ എന്നൊരു കളിയാക്കല. നിങ്ങൾ ഇങ്ങനെ നടന്നോളി, വയന്ന് നടന്നോളി, നിങ്ങളെ പിന്നെ പെണ്ണുങ്ങൾ അതാക്കണ്, മറ്റേ പെണ്ണ് അതാക്കണ്. ഇവിടെ അമേരിക്കയിലൊക്കെ പരിപാടി സെറ്റപ്പിലാണ് ജീവിതം. അന്ന് എനിക്കൊരു വാശിയുണ്ട്, അന്നൊന്ന് കാണണം. കണ്ടില്ലേ? കണ്ട് ഇത്ര ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. അല്ല ടി വി പ്രോഗ്രാം കണ്ടോട് അങ്ങാടിന്ന്. അപ്പൊ കുട്ടികളോട് പറയാം, നോക്കി സുമേന്റെ മാപ്പിളന്റെ ഡാൻസ് ആണിത്. എനിക്ക് എന്നോട് ഭയങ്കര ദേഷ്യം ഉണ്ടല്ലോ. അങ്ങനെ എന്റെ ആ ചാട്ടം ഉണ്ടല്ലോ. ചാട്ടോ? നിങ്ങൾ ഈ കാളൂട്ടണ്ടത്തേക്ക് ചാടൂലോടോ ചങ്ങായിമാരെ. ഇങ്ങനെ സ്റ്റെപ്പാണത്. അത് വന്നപ്പോഴാ ഒരു അമുക്ക് എന്നെ ഇവിടെ തോണ്ടി. എന്നിട്ട് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തന്നെ എന്റെ ചാട്ടം കഴിഞ്ഞു. ഡാൻസ് കണ്ടില്ലേ? അപ്പോ കാണാൻ പറ്റില്ലടോ. പൊന്നു ചേട്ടാ ഭയങ്കര നഷ്ടമായി പോയിട്ടോ. ഇത്രയും മഹാനായ ഒരു കൊറിയോഗ്രാഫർ ഡാൻസ് നിങ്ങൾ ടി വി കണ്ടില്ല? മഹാനായത് ഞാൻ കണ്ടിട്ടാണ്. മഹാനാണോ എന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ എത്ര മഹാനായാലും എന്റെ പേര് നസീന്നല്ലേ. പറ്റുമോ? ഒന്ന് ചാടിത്തരും ഇവിടെ. ഇവിടെ ബസ് സ്റ്റോപ്പിലാ? ഇവിടെ എന്താ ബസ് സ്റ്റോപ്പിൽ? ഞാനൊക്കെ ബസ് സ്റ്റോപ്പ് കിടന്ന് ഡാൻസ് കളിച്ച് വലിയ സെറ്റപ്പിലായ ആളല്ലേ. പൊന്നേട്ടാ ഞാൻ ചാനലിൽ മാത്രമേ കളിക്കാറുള്ളൂ. ചാനലിന് ഞാനും കളിച്ചാടോ. ചേട്ടൻ ചാനലിൽ കളിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ന്യൂ ഇയറിന് കുട്ടികളെപ്പത്തും കുത്തിരിന്ന് ബീറൊക്കെ അടിച്ച് തല കറങ്ങിട്ട് റോട്ടുമ്പോ കിടന്ന് ഡാൻസ് കളിച്ച് ക്യാബിളേര് കുഴിച്ച ചാനലിൽ വീണ്. ചേട്ടാ പൊന്നേട്ടാ ഞാൻ പറഞ്ഞ ആ ചാനലല്ല, ദേശനറ്റ് കൈരളി സൂര്യ അങ്ങനെ ടി വി ചാനലുകളെ. എന്റെ ചാനല് ചതുരത്തില്, ഇന്റെ ചാനല് നീളത്തില്. അത് ഇവിടെ ഏകദേശം കോഴിക്കോട് വരെ വരൂ. ഞാൻ മൈമൊന്നും പറഞ്ഞിട്ട് ചാടി ഡാൻസ് കളിച്ചെന്നാ മതി. ഞാൻ പറഞ്ഞേട്ടാ ബസ് സ്റ്റോപ്പിൽ കളിക്കുന്ന മോശമാണ്. അത് മാത്രല്ല എന്റെ ഭാര്യ വീട് തൊട്ടടുത്ത്. നേരത്തെ പറഞ്ഞ ബൈപ്പാസ്. പിന്നെ അളിയന്മാരൊക്കെ നല്ല സെറ്റപ്പിലാണ്. വലിയ സെറ്റപ്പ്. ഞാൻ പോലീസ് ജീപ്പിൽ നിന്ന് ഇറക്കി കൊണ്ടുപോയി എസ് ഐ കയ്യമ്മ കഴിച്ചിട്ട് കൊടുത്തു, സ്റ്റീലിന്റെ കഴിച്ചതിന്. അതെന്തോ ഒരു അതിർതർക്കം എന്തോ. ചാലമ്പറ ബാങ്ക് പറഞ്ഞ എന്റെ അളിയനല്ലോട് എനിക്കറിയില്ല. ഇപ്പൊ അത് ചേട്ടനിപ്പോ എന്താ വേണ്ട പറയും? എനിക്കൊരു ഡാൻസ് കളിച്ചാൽ മതി. ഈ ഭാര്യ എന്ത് കുഞ്ഞമ്മത്തിക്ക് പഞ്ഞം വെച്ചെടുത്ത പള്ളയൊക്കെ എന്ത് തിന്നലങ്ങായേ. ചേട്ടനിപ്പോ എന്താ വേണ്ടത്? ഒറ്റ സ്റ്റെപ്പ്. കലാകാരന്മാരെ സ്നേഹിക്കുന്ന മനുഷ്യന്മാരാണ് കോഴിക്കോട്ടുകാർ. ഒരു സ്റ്റെപ്പ് ചേട്ടന് വേണം, അത്രേ സ്റ്റെപ്പ് ഡാൻസ്. ഞാനിപ്പോ ഏതായാലും ചേട്ടൻ എത്ര നിർബന്ധിച്ചാൽ നമ്മൾ ഇത്രയും പരിചയപ്പെട്ട കാരണം ഒരൊറ്റ സ്റ്റെപ്പ് ഞാൻ കാണിച്ചു മതി. എന്റെ പെർഫോമൻസ് കാണണം. ഒറ്റ സ്റ്റെപ്പ് അധികം ചോദിക്കരുത്. ഇല്ല അധികം ചോദിക്കണിപ്പോ എന്തിനാ, ഉള്ളു തന്നാ മതിയല്ലോ. അതെന്താ തീക്കൊള്ളിയുമ്പോ ചവിട്ടിയ മാതിരി? എടാ ചങ്ങായി ഞങ്ങൾ ചാടിയിട്ട് ഇങ്ങനെ നിൽക്കല, പിന്നെ തുള്ളന്റെ കിടന്നിട്ട് സ്പീഡ് സ്റ്റെപ്പ് ഉണ്ട്. സ്പീഡ് ഇങ്ങനെയൊക്കെ നിന്നിട്ട് ബൈതൊക്കെ കളിച്ച് ഇങ്ങനെ കളിക്കണ്ടേ? അതല്ലേ ചേട്ടാ ചേട്ടനെ കൊണ്ട് ഒന്ന് കളിച്ച് അർമാദിപ്പിക്കും തോന്നുന്നുണ്ട്. ഞാനേ ഷർട്ട് ഒന്ന് വെച്ചിട്ട് നാശാവും. നിന്റെ അടുത്ത് ഷർട്ട് ഇല്ലല്ലോ. ആരാ വൈബ്രേഷൻ കളിക്ക് സസ്യ. എന്റെ പെർഫോമൻസ് കണ്ടിട്ട് ബാക്കി കാര്യം. നമ്മളെ നാടിന്റെ മരുവനാണ് ആ അഭിമാനം ഞാൻ എന്നും. സിനിമയിൽ എന്താണ് കൊറിയോഗ്രാഫർ? മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി ഒക്കെ തേപ്പിന്റെ എനിക്ക് പോകുക. ശരിക്കും എന്താ പണി? ഇടയ്ക്കൊക്കെ തേപ്പിന്റെ പണിയുണ്ട്, ജീവിക്കണ്ട ചേട്ടാ. ഇന്നലെ കോൺക്രീറ്റ് ഉണ്ട് ഇന്നില്ലേ? എങ്ങനെ മനസ്സിലായി? കാലുമല്ല അത് സിമെന്റ് തുടച്ചാള്. എന്താണ് അവന് കൂലിപ്പണിക്കാരെ പുച്ഛിച്ചിട്ട് 800 രൂപ കൂലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ നല്ല സെറ്റപ്പാ. ഇതെങ്ങനെ പൊള്ളുവോ? കൈ പൊള്ളുവോ? സിമെന്റാ? ഇടയ്ക്ക് പൊള്ളുണ്ട്. നനയ്ക്കരുത് കൈ. അടിപൊളി കളിച്ചു. നമ്മളെ ബാക്കി തന്നെയാണ്. നമ്മൾ ഏതായാലും ഒരു ടീമായില്ലേ? ദൈവത്തിനോട് ഒരു നന്ദി തോന്നുന്നു. എന്താ? ഈ സുമേന്റെ ജാതകത്തിൽ ലേശ സിമെന്റ് ഉണ്ട്. അതിപ്പോ എനിക്ക് തരാതെ അങ്ങോട്ട് പോയാലും അത് ഉറപ്പാണല്ലോ. സിമെന്റ് തന്നെയാണ്.
കളിച്ചോളി. നീ കളിക്കാലേ പിന്നെന്താ നോക്കിക്കണ നീ അടിച്ചു പൊളിച്ചാണ്ട് നമുക്ക് തമർത്തി അടിച്ചു പൊളിച്ച് കളിച്ചേക്കില്ലേ? ഉഷാറാക്കും. അടിപൊളിയായിട്ട് കളിക്കണ്ട. എന്താ എന്താ പോന്റെ പെർഫോമൻസ്? നേലച്ചക്കരം കത്തിച്ച മാതിരിയല്ല പയം തിരിഞ്ഞത്. ഉളുപ്പുണ്ടല്ലോ എനിക്കല്ലേ. എങ്ങോട്ടാ പോണ്? എറണാകുളത്തേക്ക്. ഇവിടെ എന്താ വൈറ്റ് ഹൗസ് ഭാര്യ വീട്. എന്നിട്ട് ഭാര്യ വീടിന് അമ്മർത്ത് വന്നിട്ട് ചാടി കളിക്കാം. പോത്ത് ചങ്ങായി. ചേട്ടൻ പറഞ്ഞിട്ടല്ലേ കളിച്ചത്? ഞാനോട് പറയാം കിണറ്റ് പോയി ചാടിക്കളറിഞ്ഞാൽ ചാടൂ. മുടിയൊക്കെ മൈലാഞ്ചിട്ട് കേട്ടോ മീശയും കറപ്പിച്ച് വന്നിക്കുക. നമ്മുടെ ആണുങ്ങളാട്ടോ നമ്മൾ നല്ല സ്ട്രോങ് നിൽക്കണം. ഭാര്യ വീടിൻ്റെ അമ്പർത്ത് ചാടി കളിക്കലല്ല. പോത്തെ കണ്ണ് കൊക്കുക. പേര് വെച്ചപ്പോ അതിന് പേരെ അഹങ്കാരം ശശി. എന്നാലും ചേട്ടാ നിങ്ങള് ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് എന്നോട് എന്ത് ബസ് സ്റ്റോപ്പിൽ വെച്ചിട്ട് എന്താണ്? ബസ് സ്റ്റോപ്പിൽ വെച്ച് എന്താണ് ഇങ്ങനെ നിങ്ങൾ പറയാൻ പാടില്ലായിരുന്നു. വല്ലാത്ത എന്താണിതൊക്കെ? എന്താണിത്? ഇതല്ല എന്താ ഇത്? സന്തോഷിപ്പിക്കാന്ന് വിചാരിച്ചപ്പോ ഞാൻ സന്തോഷ് പണ്ഡിറ്റ്. പൊന്നേട്ടാ ഞാൻ ഇവിടുന്ന് എങ്ങനെയും പോയിക്കോളാം. അങ്ങനെ അത് വിടൂലല്ലോ. മുമ്പൊക്കെ ഇതിന് ഒരു ചടങ്ങൊക്കെ ഉണ്ട്. എന്ത് ചടങ്ങ്? അതാണ് നമ്മൾ പരിചയപ്പെട്ടുക. ഇപ്പൊക്കെ ഒരു ചായ ഒക്കെ കുടിച്ചിട്ട് പിരിയാം. പൊന്നേട്ടാ ചേട്ടന് ചായ എനിക്ക് വേണ്ട. എന്താ ചായ വേണ്ടായിരുന്നില്ലേ? ചായ വേണ്ട ചേട്ടൻ്റെ. ഇത്രയൊക്കെ ആയത് മതി. ഇത്രയൊക്കെ മതി. അന്നെ കുടിപ്പിക്കാതെ ഞാൻ വിടൂല. ഇപ്പൊ ഞാൻ ഇതിന്റെ ഇവിടെ റൗഡിയെന്ന് പറഞ്ഞെടുത്തു. കിട്ടണത് വീട്ടിൽ വല്ലതും സംഭവിക്കുന്നുണ്ടോ? പറ്റൂല. എന്താ ചേച്ചി ആൾക്കാർ ഇവിടെ ബസ് കാത്തിരിക്കട്ടെ. ചുമ്മാ ബാള അടിയും പിടിയും എന്തോന്നത്? അതോ നമ്മളെ നാട്ടുകാരനല്ലല്ലോ. ഞാൻ ഇത്തിരി തക്കനാ. ഞാൻ വടക്കനാ. അത് നീ കണ്ടപ്പോ മനസ്സിൽ ഇത്തിരി വടക്കുള്ള ആളാണ്. ഏടാ ചങ്ങ നമ്മളെ കുമാരന്റെ മരുവാനത്. അല്ല എന്താ പ്രശ്നം? കുമാരന്റെ മരുവാൻ നമ്മുടെ നാട്ടിൽ വന്നാണ്. സുമന്റെ മാപ്പിള. സുമ? ഏയ് കുമാരന്റെ മോള്. നീ കുമാരന്റെ മോള് സുമ നിന്റെ മയല്ലേ ഇനി? മറ്റേ ഇളയ മോള മൂത്ത മോള? മൂത്ത രണ്ടാമത്തെ മോള സുമ. കൊടുക്കൈ പേര് ദസി. ഞാൻ നിങ്ങളൊന്ന് പരിചയപ്പെടാൻ വേണ്ടി ഭർത്താവല്ലേ? അപ്പൊ നമ്മുടെ നാട്ടില് വന്നാണ്. എന്താ ഇപ്പൊ പ്രശ്നം എന്താ? ഞാൻ ഒരു ചായ കുടിക്കാൻ വിളിച്ച്. അയ്യേ എന്താ ചേട്ടാ പുള്ളിക്കാരൻ സ്നേഹം കൊണ്ട് ഒരു ഗ്ലാസ് ചായ വെള്ളം വാങ്ങിച്ചു തരുമ്പോ നിങ്ങൾ വാങ്ങിച്ചു കുടിക്കണ്ടേ? പൊന്നേട്ടാ എനിക്ക് അയാളെ ചായ വേണ്ടെന്ന് ഞാൻ പറഞ്ഞതാണ്. ചായ വേണ്ട അയാളെ വേണ്ട. ചേട്ടാ പുള്ളിക്കാരന് ചായ വേണ്ടെന്ന് പറഞ്ഞ നിങ്ങൾ അതിന്റെ പെല്ലിങ്ങനെ വെറുതെ തമ്മി തല്ലി ഇവിടെ ബഹളം കേട്ട ഒരു കാര്യമില്ല ചേട്ടാ. അല്ല നിന്റെ പോക്കറ്റിലെ പൈസ കൊടുത്തിട്ട് ഞാനൊരു ചായ വാങ്ങിയിട്ട് ഇവന് കൊടുക്കണ ചേട്ടാ. പുള്ളിക്കാരന്റെ കയ്യിലുള്ള കാശോട് നിങ്ങൾക്ക് ഒരു ഗ്ലാസ് ചായ വാങ്ങിച്ചിരുന്നു. നിങ്ങളെ സ്നേഹം കൊണ്ട് വാങ്ങിച്ചു കുടിക്കണ്ട ചേട്ടാ. വെറുതെ എന്തിനാണ് ഇങ്ങനെ അടിയും ബഹളൊക്കെ ഉണ്ടാക്കുന്നത്? അതെ ഞാനൊരു കാര്യം പറഞ്ഞുതരാം. ഞാൻ ചായ കുടിക്കാണ്ടിരിക്കെ ഞാൻ തീരുമാനം. മനസ്സിലായോ? അതിലിടയ്ക്ക് കയറി നീ ഇടപെടണ്ട. ചേട്ടാ ഈ ചായ ഒരു ഗ്ലാസ് പച്ചവെള്ളം പോലെ വാങ്ങിച്ചു കൊടുക്കണം. നമ്മളോട് ചായ കുടിച്ചോന്ന് നോക്കാൻ വരുന്നത് പഠിപ്പിക്കുന്നു. ഇങ്ങനെ ഒരു സാധനത്തിന് നമ്മൾ കണ്ടിട്ട് തന്നെ ഇല്ല ഇതിന്റെ മുമ്പ്. ഇപ്പൊ വന്നിട്ട് പറയാ ചായ വാങ്ങി കൊടുക്കുക എന്നെ പഠിപ്പിക്കുക. ഞങ്ങളോട് ചായ വേണ്ടെന്ന് പറഞ്ഞല്ലേ?
അല്ലാന്ന് വെറുതെ ഇട്ട് ആളെ അടങ്ങാറാക്കുക ചങ്ങായിമാര്. ആകെ ക്ഷീണിച്ചിട്ടോ, ഇനി ഒരു ചായ കുടിച്ചാലോ നമുക്ക്? ഒലക്കമ്മലാളെ ഇത്രയും നേരം എന്നെ ചായ കുടിച്ചോ പറഞ്ഞ് വിളിച്ചില്ലേ. ഇനിയിപ്പൊ അതുകൊണ്ട് തീരോ? രണ്ട് പൊറോട്ട ബീഫ് ഫ്രൈയും കഴിക്കാം നമുക്ക്. അതെ ചേട്ടാ, ഒരു ഗ്ലാസ് സോഡാ നാരങ്ങ വെള്ളം കൂടി വാങ്ങിച്ചു തരുമോ എനിക്ക്?